സ്മൃതി പരുത്തിക്കാട്. ഈ സിദ്ധാർത്ഥൻ 16-ന് മർദ്ദനം ഏറ്റിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ പോലീസ് കണ്ടെത്തട്ടെ. ഉണ്ടെങ്കിൽ ഈ സിദ്ധാർത്ഥന് പറയാലോ. സിദ്ധാർത്ഥൻ 17-നും പറഞ്ഞില്ലല്ലോ, 18-ന് ഉച്ചവരെ പറഞ്ഞില്ലല്ലോ. ഡീൻ്റെ പണി എല്ലാ ദിവസവും പോയിട്ട് സെക്യൂരിറ്റി സർവീസ് അല്ല. മരണം കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണകാന്ത് എന്ന് പറഞ്ഞ എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. ആ സ്റ്റുഡൻറ്റിൻ്റെ കോണ്ടാക്ട് പേഴ്സണാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഷിബു. അപ്പോൾ നമുക്ക് ഷിബുവിനെ അറിയിക്കണം, കൃഷ്ണകാന്ത് ഇതിന് വേണ്ട നടപടി എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അടുത്ത നടപടി എന്താണ് വേണ്ടതെന്നുള്ളത്. ബന്ധുക്കളെ 10 മിനിറ്റിനുള്ളിൽ അറിയിച്ചിട്ടുണ്ട്. നമസ്കാരം. ഹോസ്റ്റൽ വാർഡനും ഡീനുമായ MK നാരായണൻ പറയുന്നതാണ് ഇപ്പോൾ കേട്ടത്. തന്നെ ഒരു സെക്യൂരിറ്റിയായി ചുരുക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹം. 16-ാം തീയതി തൊട്ടേറ്റ മർദ്ദനം പറയാത്ത സിദ്ധാർത്ഥന്റെ പിഴവ് അദ്ദേഹം എടുത്തു പറയുന്നു. കുറ്റം പറയരുതല്ലോ. സിദ്ധാർത്ഥൻ മരിച്ച 10 മിനിറ്റിനുള്ളിൽ വിദ്യാർത്ഥി വഴി അദ്ദേഹം കുടുംബത്തെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയും ഇല്ലെന്ന രൂപത്തിൽ സിദ്ധാർത്ഥൻ അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ടെന്ന് വ്യക്തമാക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സിദ്ധാർത്ഥനെതിരെ ഒരു പെൺകുട്ടിയുടെ പരാതി ഉണ്ടായിരുന്നുവെന്നും അത് പോലീസിലെത്താതെ ഹോസ്റ്റലിലെ അലിഖിത നിയമമനുസരിച്ച് ശിക്ഷ നടപ്പാക്കുകയായിരുന്നു എന്നുമാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. ചർച്ചയിൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഉണ്ട്, കോൺഗ്രസ് നേതാവ് M. ലിജു ഉണ്ട്. ആദ്യം ഞങ്ങളുടെ പ്രതിനിധി മുബഷീർ P. അക്ബറിലേക്ക് പോവുകയാണ്. മുബഷീർ, ഇന്നിപ്പോൾ മുഖ്യപ്രതിയുമായി തെളിവെടുപ്പായിരുന്നു. ഹോസ്റ്റലിൽ തെളിവെടുത്തു. എവിടെയൊക്കെ വെച്ചാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് ആ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി തെളിവെടുത്തിരുന്നു. എന്തൊക്കെ ഉപയോഗിച്ചാണ് മർദ്ദിച്ചത് എന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ തെളിവെടുപ്പ് എത്ര നേരം നീണ്ടു? ഈ തെളിവെടുപ്പ് സമയത്ത് ഈ ലിൻഡോ ജോൺസന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? സ്മൃതി, ഇന്ന് വൈകിട്ട് ഏകദേശം 4:30 കൽപ്പറ്റ DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസിലെ ഏറ്റവും മുഖ്യപ്രതിയായ സിജോ ജോൺസണുമായി തെളിവെടുപ്പിന് വേണ്ടി ഈ ഒരു സംഭവം നടന്ന കോളേജ് ഹോസ്റ്റലിലെത്തുന്നത്. ആദ്യഘട്ടത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്ന പ്രകാരമുള്ള ഹോസ്റ്റലിലെ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. ഈ ഒരു മേഖലയിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ സിദ്ധാർത്ഥനെ അർദ്ധനഗ്നനായി നിർത്തിയതിനു ശേഷം ഈ ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയിരുന്നത്. പിടിയിലായ 18 പ്രതികളും ഈ വിധത്തിലുള്ള മൊഴികൾ തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നത്. ഇതിൽ ഏറ്റവും അധികം സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് ഇന്ന് തെളിവെടുപ്പിനായി ആ ഒരു മേഖലയിൽ എത്തിച്ച സിജോ ജോൺസൺ ആണെന്ന് തന്നെയായിരുന്നു പോലീസ് കണ്ടെത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തെ കേസിൽ ഏറ്റവും നിർണായകമായ ഒന്ന് തെളിവെടുപ്പിന് വേണ്ടി അങ്ങോട്ടേക്ക് എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു ഷട്ടിൽ കോട്ട് പരിസരത്തെ പോലീസ് തെളിവ് ശേഖരണം നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഹോസ്റ്റലിലെ 1-ാം മുറിയിലെത്തി തെളിവ് ശേഖരണം നടത്തിയത്. ആ ഒരു ഘട്ടത്തിലാണ് സിദ്ധാർത്ഥനെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കാൻ ഉപയോഗിച്ച ആ ഒരു ഹോസ്റ്റലിലുണ്ടായിരുന്ന ഇലക്ട്രിക് കേബിളുകൾ പോലീസ് സംഘം കണ്ടെത്തുന്നത്. ഇത് ഈ ഒരു സിജോ ജോൺസൺ തന്നെയാണ് അന്വേഷണ സംഘത്തിന് എടുത്തു നൽകിയത്. ഈ ഒരു കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചിരുന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. കേബിൾ ഉപയോഗിച്ച് പുറത്തടിച്ചിട്ടുണ്ട്, കഴുത്തിലൂടെ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടും മർദ്ദിച്ചിട്ടുണ്ടെന്നായിരുന്നു മൊഴിയുണ്ടായിരുന്നത്. തുടർന്ന് ഈ ഒരു സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച ശുചിമുറിയിൽ ഉൾപ്പെടെ എത്തിയ അന്വേഷണ സംഘം പരിശോധന നടത്തുകയുണ്ടായി. 2-ാം നിലയിലെത്തിയ അന്വേഷണ സംഘം തെളിവ് ശേഖരണം നടത്തുന്നതിനിടയിലാണ് ഈ ഒരു സംഭവ സമയത്ത് മുഖ്യപ്രതിയായ സിജോ ജോൺസൺ ധരിച്ചിരുന്ന ചെരുപ്പും അന്വേഷണ സംഘത്തിനെ കെട്ടിയിരിക്കുന്നത്. ഇന്ന് ഈ ഒരു സിജോ ജോൺസണുമായുള്ള തെളിവെടുപ്പ് മാത്രമാണ് ഹോസ്റ്റലിൽ പൂർത്തിയായത്. നാളെ കൂടുതൽ പ്രതികളുമായി അന്വേഷണ സംഘം ഇങ്ങോട്ടേക്ക് തെളിവെടുപ്പിന് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മൃതി, എന്താണ് ഈ അലിഖിത നിയമം? ഒരു അലിഖിത നിയമം അനുസരിച്ചാണ് അവിടെ SFI പ്രവർത്തിക്കുന്നത് എന്ന രൂപത്തിൽ കൂടി ചില കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. എന്താണ്, ഏത് രൂപത്തിലാണ് അത് വിശദീകരിക്കുന്നത്? സ്മൃതി, അതായത് കഴിഞ്ഞ 12-ാം തീയതി കോളേജിലെ ഒരു പരിപാടിക്കിടയിൽ ഒരു സംഭവം ഉണ്ടാവുകയാണ്. അതായത് ആ ഒരു കോളേജിലെ തന്നെ ഒരു വിദ്യാർത്ഥിയോട് സിദ്ധാർത്ഥൻ അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു ഈ ഒരു അക്രമി സംഘത്തിന്റെ ആരോപണം. ഈ ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിദ്ധാർത്ഥനെ ഈ ഒരു കോളേജിലേക്ക്, സർവകലാശാലയിലേക്ക് തിരിച്ചു വിളിക്കുന്നത്. സിദ്ധാർത്ഥ് തന്റെ വീട്ടിലേക്ക് എറണാകുളത്തേക്ക് ട്രെയിനിൽ സഞ്ചരിക്കുന്നതിനിടയിൽ സിദ്ധാർത്ഥിനെ തന്റെ ഒരു സുഹൃത്തായ ആ ഒരു സുഹൃത്തിനെ ഫോണിലൂടെ സിദ്ധാർത്ഥനെ ബന്ധപ്പെടുകയായിരുന്നു. കോളേജിലേക്ക് തന്നെ വരണം, മറ്റൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഈ ഒരു
വിഷയം ആ നിലയിൽ തന്നെ വികസിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ SFI നേതാക്കൾ ഉൾപ്പെടുന്ന സംഘം ഇത് അറിഞ്ഞിട്ടുണ്ടെന്നും ഈ ഒരു സുഹൃത്ത് പറയുന്നു. ആ നിലയിൽ ഈ വിഷയം നമുക്ക് സംസാരിച്ച് അവസാനിപ്പിക്കാം, മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ സിദ്ധാർത്ഥിനെ ഈ ഒരു ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ആ ഒരു സമയം അവർ ഉപയോഗിച്ച വാക്കായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ അലിഖിത നിയമപ്രകാരമുള്ള ഒരു ഒത്തുതീർപ്പ് തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ സർവകലാശാലയിലെ ഹോസ്റ്റലിൽ വെച്ച് ചർച്ച ചെയ്ത് തീർക്കാമെന്നായിരുന്നു ഈ ഒരു അക്രമി സംഘം ഈ ഒരു സിദ്ധാർത്ഥിനെ അറിയിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സിദ്ധാർത്ഥ് അവിടെ എത്തുന്നു. ആ ഒരു സമയത്ത് തുടങ്ങിയ മർദ്ദനമായിരുന്നു. വൈകിട്ട് 6 മണിയോട് കൂടി ആരംഭിച്ച മർദ്ദനം പിറ്റേന്ന് പുലർച്ചെ വരെ തുടർന്നു എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. അതായത് ഈ ഒരു അലിഖിത നിയമത്തിന് നേതൃത്വം നൽകിയിരുന്നത് SFI യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെയുള്ള SFIയുടെ ഭാരവാഹികൾ തന്നെയായിരുന്നു എന്നുള്ളതാണ്. കൃത്യമായും ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ചിരുന്നത് ഈ ഒരു സംഘമായിരുന്നത് അടിവരയിടുന്നത് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിദ്ധാർത്ഥ ആ ക്യാമ്പസിലെത്തുന്നു. ആ ഒരു സമയം മുതൽ ഇത്തരത്തിൽ അർത്ഥനഗ്നനായി സിദ്ധാർത്ഥിനെ മർദ്ദിക്കാൻ ആരംഭിക്കുന്നു. കമ്പി വടി കൊണ്ട് അടിക്കുന്നു. ഷട്ടിൽ കോട്ടിലിട്ട് മറ്റു വിദ്യാർത്ഥികൾ, അതായത് നേരത്തെ ഡീൻ പ്രതികരിച്ചതുപോലെ തന്നെ ക്യാമ്പസിലുണ്ടായിരുന്ന ഹോസ്റ്റലിലുണ്ടായിരുന്ന 130ഓളം വിദ്യാർത്ഥികൾ നോക്കി നിന്ന സമയത്താണ് ഇത്തരത്തിൽ സിദ്ധാർത്ഥനെ പരസ്യ വിചാരണ, ആൾക്കൂട്ട വിചാരണ നടത്തിയതെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ സിദ്ധാർത്ഥ അപക്ഷനായി ഡോർമെട്രിയിലേക്ക് നടന്നു പോകുന്നുണ്ട്. ഈ ഒരു അക്രമി സംഘവും സിദ്ധാർത്ഥന്റെ പിന്നാലെ പോകുന്നു. ഈ ഒരു ഡോർമെട്രിയിൽ വെച്ചും ഇത്തരത്തിൽ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. അവശനായി സിദ്ധാർത്ഥ് കട്ടിലിൽ ഇരിക്കുന്നുണ്ട്. അതിനിടയിൽ സിദ്ധാർത്ഥന്റെ പുറത്തേക്ക് കൈകൾ കൊണ്ടടിക്കുന്നുണ്ട്. ഏറെ ഉപദ്രവം നേരിട്ട സാഹചര്യത്തിൽ സിദ്ധാർത്ഥ് താഴേക്ക് വീഴുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു സിദ്ധാർത്ഥന്റെ മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങിയായിരുന്ന കുട്ടികളെ വിളിച്ചുകൊണ്ടുവന്ന് ഈ ഒരു അക്രമി സംഘം ഡെമോ ചെയ്ത് കാണിച്ചു കൊടുത്തു. അതായത് ഉപദ്രവിച്ചത് വീണ്ടും മർദ്ദിച്ച് കാണിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അത്രത്തോളം നിഷ്ഠൂരമായ പ്രവൃത്തി അവിടെ അരങ്ങേറി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സിദ്ധാർത്ഥന്റെ അച്ഛൻ. അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. ശ്രീ ജയപ്രകാശ്, താങ്കൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുക എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നറിയാം. കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരണങ്ങൾ നൽകേണ്ട ഒരു സാഹചര്യവും താങ്കൾക്കുണ്ട്. പക്ഷേ മുഴുവൻ പ്രതികളെയും പിടികൂടുക, ഇത്തരമൊരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുകൊണ്ടാണല്ലോ നമ്മൾ ഇത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നത്. ഇന്നിപ്പോൾ മുഖ്യപ്രതിയുമായി തെളിവെടുപ്പ് നടന്നു, റിമാൻഡ് റിപ്പോർട്ട് വന്നു. അതിൽ ഈ ഏത് രൂപത്തിലാണ് സിദ്ധാർത്ഥൻ ആക്രമിക്കപ്പെട്ടത് എന്നത് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയില്ലാത്ത വിധം ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത് കൊലപാതക കുറ്റം ചുമത്താവുന്ന ഒരു വിഷയമായി തന്നെ പോലീസ് കണക്കാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഗൗരവത്തിൽ അന്വേഷണം പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി വേണം എന്നൊരു ആവശ്യത്തിലേക്ക് നിങ്ങളിപ്പോൾ എത്തുന്നത്, ശ്രീ ജയപ്രകാശ്? അല്ല, ഇപ്പോൾ പറയുന്നില്ല ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല, സിദ്ധാർത്ഥന് ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയല്ലല്ലോ. ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമല്ല. ആത്മഹത്യ അവിടെ നടന്നിട്ടില്ല, അവിടെ കൊലപാതകം നടന്നിട്ടുള്ളത്. എല്ലാവരും അവർ പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞാൽ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ലാതെ. 3 ദിവസം വരെ ഒരു റൂമിൽ ഒരു 10-30ഓളം കുട്ടികൾ, 10-30ഓളം ക്രിമിനൽസുകൾ അടിച്ച് അവശനാക്കി, ഷട്ടിൽ കോർട്ട് കൊണ്ടുപോയി അവിടെയും വെച്ച് അടിച്ച് അവശനാക്കി, ഇത്രയും റെഡിയാക്കി, അവന് എഴുന്നേക്കാൻ പോലും പറ്റാതെ, ആഹാരം പോലും കൊടുക്കാതെ, ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഇത്രയും റെഡിയാക്കിയിട്ട് റൂമിനകത്ത് കൊണ്ടിട്ടു. റൂമിനകത്ത് കൊണ്ടിട്ടിട്ട് അവൻ ചിലപ്പോൾ അവശനായി കാണും, ചിലപ്പോൾ വീണ് കാണും. അവിടെ ഇട്ട് കഴുത്ത് മുറുക്കി കൊന്നില്ലേ? കഴുത്ത് മുറുക്കി കൊന്നിട്ട് എന്നിട്ട് പറയുന്നു ആത്മഹത്യ അല്ലാതെ അവന് വേറെ മാർഗമില്ലാന്ന്. നിങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടതല്ലേ? എന്തുമാത്രം ക്രൂരമായിട്ടാണ് ചെയ്തേക്കുന്നത്. 3 ദിവസം പഴക്കമുള്ള മുറിവുകൾ, ആന്തരിക മുറിവുകൾ, 3 ദിവസം പഴക്കമായത്. അവൻ്റെ സ്റ്റൊമക്കല്ല എംറ്റി, ഒരു തുള്ളി വെള്ളമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 3 ദിവസം ആഹാരമില്ലാതെ തന്നെ കിടന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ഒരു ദിവസം കഴിഞ്ഞ് ആഹാരമില്ലാതെ വെള്ളം പോലും ഇല്ലാതെ കഴിഞ്ഞാൽ പോട്ടെ, ആക്രമം പോട്ടെ, ഒന്നും പോട്ടെ, ആഹാരമില്ലാതെ 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് എഴുന്നേറ്റ് നോക്കൂ, എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി? ഇത്രയും കഴിഞ്ഞിട്ട് ഇത്രയും ഹൈറ്റിൽ അവന് കയറി തൂങ്ങാൻ പറ്റും? അത് ആഹാരമില്ലാതെ ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ ഇത്രയും അടിച്ച് അവശനാക്കി അവൻ്റെ ശരീരം മൊത്തവും അവന് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയാക്കിയിട്ട് പിന്നെ പറയുകയാണ് ആത്മഹത്യ അല്ലാതെ അവന് വേറെ മാർഗമില്ലാതെ. എനിക്ക് മനസ്സിലാവുന്നില്ല ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ലാന്ന്. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് അവൻ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു വെക്കേണ്ട ഒരു ഇത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു വകുപ്പുകളൊക്കെ മാറ്റാൻ പറ്റും. ഞാൻ പറയട്ടെ, ഞാൻ റിമാൻഡ് റിപ്പോർട്ടിനെ കുറിച്ചല്ല പറയുന്നത്. അല്ല, ഓക്കെ, സോറി, ഓക്കെ, അഭിപ്രായമായി എടുക്കുന്നില്ല. റിമാൻഡ് റിപ്പോർട്ട് ചിലപ്പോൾ അവരെങ്ങനെ എഴുതട്ടെ, റിമാൻഡ് റിപ്പോർട്ട് അവർ ഏത് രീതിയിൽ എഴുതട്ടെ. റിമാൻഡ് റിപ്പോർട്ട് ചിലപ്പോൾ കാണും അവന് ചിലപ്പോൾ മാനസിക വിഷമമായിട്ട് പെട്ടെന്ന് പോയി തൂങ്ങിച്ചെത്തെന്ന് പറയുമായിരിക്കും. റിമാൻഡ് റിപ്പോർട്ട് അങ്ങനെ ആയിക്കോട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത്രയും 3 ദിവസമായി ഭക്ഷണം പോലും കൊടുക്കാതെ എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന്, ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യനായിരുന്നു.
ഇത്രയും അടിച്ച് അവശനാക്കി എടുത്തിട്ട് അവൻ എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലാക്കിയിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അവനൊന്നും ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത വെള്ളം പോലും എഴുന്നേറ്റ് നിന്നിട്ട് കുടിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലാക്കിയിട്ട് അവൻ പറയും ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ലാതെ. ആത്മഹത്യയല്ല, ഇത് ക്ലിയർ മർഡർ. അവിടെ നടന്നിട്ടുള്ള ആൾക്കൂട്ട കൊലപാതകം. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നതല്ല. എൻ്റെ ആദ്യത്തെ കംപ്ലൈൻറ്റ് ഞാൻ അടുത്ത് ADGPക്ക് കൊടുത്തിട്ടുള്ള അതുമുതലുള്ള കംപ്ലൈൻറ്റിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇത് മർഡറാണ് നടന്നിട്ടുള്ളത്. മർഡറിന് തന്നെ കേസെടുക്കണം. എന്ത് റിമാൻഡ് റിപ്പോർട്ടാവട്ടെ, അവർ എന്ത് സെക്ഷൻ ചേർത്തോട്ടെ, അവർ എന്ത് IPC സെക്ഷൻ ചേർത്തോട്ടെ, അത് അവരുടെ ജോലി, അവർ ചേർത്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് ഞാൻ ക്ലിയറായിട്ട് പറയുന്നു, എനിക്ക് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാണ് ഞാൻ ആദ്യം പരാതി കൊടുക്കുന്നത്. അവിടെ നിന്ന് കിട്ടിയ നല്ല സുഹൃത്തുക്കളും അവരെ രീതി അനുസരിച്ചാണ് ഞാൻ ആദ്യത്തെ പരാതി കൊടുക്കുന്നത്. അവൻ ഇങ്ങനെ പരാതി ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ രീതി വെച്ചിട്ടുള്ള പരാതി കൊടുത്തിട്ട് അതേ പരാതിയിലുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഞാനൊന്നും നേരിട്ട് കണ്ടതല്ല, എനിക്ക് കിട്ടിയ വിവരം, ഇതുവരെയ്ക്കും കിട്ടിയ വിവരം, ആ കിട്ടിയ വിവരം അനുസരിച്ചാണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 5-6 പേരെ പേര് പറഞ്ഞു. ഈ 12 പേരിലുള്ള ആൻറ്റി റാഗിങ് സ്ക്വാഡിൻ്റെ പറഞ്ഞിട്ടുള്ള 12 പേര് കൊടുത്തിട്ടുള്ള അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള 6 പേരും അതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെയ്ക്കും ഒരു ആരോപണവും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, 3 ദിവസം തടങ്കലിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച് എന്നിട്ട് അവിടെ വെച്ച് കെട്ടിത്തൂക്കി, അല്ലെങ്കിൽ കഴുത്ത് മുറുക്കിയിട്ട് അവർ കെട്ടിത്തൂക്കിയതാണോ, അല്ലെങ്കിൽ അവർ പറയുന്നു തൂങ്ങിയെന്ന്, പക്ഷേ ആരെങ്കിലും കണ്ടോ എനിക്കറിയില്ല. തൂങ്ങി നിന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മരിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ആരെങ്കിലും കണ്ടോ? തൂങ്ങി നിൽക്കുന്ന ആരെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടു ഹാങ്ങിങ് ആണെന്ന് പറയുന്നത്. ഹാങ്ങിങ് ആകുമ്പോൾ വലിച്ചു മുറിക്കാൽ ഹാങ്ങിങ് ആവാം. എനിക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിയില്ല, അങ്ങനെ ആവാം. അവിടെ ഹാങ്ങി ചെയ്തിട്ട് അല്ലെങ്കിൽ വലിച്ചു മുറുക്കിയതാവാം. അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. വീണ്ടും പറയുന്നു, റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടെന്നു. അപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ ചിലപ്പോൾ പ്രഷർ കാണുമായിരിക്കും, അങ്ങനെ തന്നെ പറയണമെന്ന് അവർ പറയട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഇത് കൊലപാതകമാണ്, ആസൂത്രിതമായ കൊലപാതകം. അതിലൊരു റാഗിങ്ങും കൂടെ ചേർത്തു എന്നേ ഉള്ളൂ. റാഗിങ് ചെയ്ത് അവനെ ലാസ്റ്റ് എല്ലാവരും കൂടെ ചേർന്ന് അവരെ ആ ഭാഗം നല്ല ഭംഗിയായി ക്ലീൻ ചെയ്തു. റാഗിംഗ് എന്ന രൂപത്തിൽ അതിനെ എത്രത്തോളം കാണാൻ സാധിക്കും? 2ാം വർഷ വിദ്യാർത്ഥിയാണ് ശ്രീ ജയപ്രകാശ്. ഇവർ പറയുന്നത്, മറുവാദമായി പറയുന്നത്, ഒരു പെൺകുട്ടിയുടെ പരാതി ഉണ്ടായിരുന്നു എന്നാണ്. ഈ പരാതി സിദ്ധാർത്ഥൻ മരിച്ച ശേഷമാണല്ലോ കൈമാറിയിട്ടുള്ളത്. അപ്പോൾ തന്നെ അതിന്റെ സാധുത എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ ഒരു മനസ്സിലാക്കൽ? അത് എവിടെ നിന്നുണ്ടായതാണ്? ഓക്കെ മാഡം, ആദ്യം ചോദിച്ചത് റാഗിങ് രണ്ടാമത്തെ വർഷ വിദ്യാർത്ഥിയല്ലേ റാഗിങ് ഇങ്ങനെ നടക്കുമെന്ന്. അതിനൊരു ഉത്തരം പറയാം. അവിടെ ആദ്യത്തെ വർഷ വിദ്യാർത്ഥികളെ സീനിയേഴ്സിന് തൊടാൻ പറ്റില്ല. ആദ്യ വർഷം 1ാം വർഷ വിദ്യാർത്ഥികൾ അവർക്കുള്ള അക്കോമഡേഷൻ ആ ഹോസ്റ്റലിൻ്റെ അവിടുത്തെ കോമ്പൗണ്ടിലല്ല. അവർക്കുള്ള ഹോസ്റ്റൽ 20 കിലോമീറ്ററിന് അപ്പുറത്തുള്ള കൽപ്പറ്റയിലാണ്. അവിടെ രാവിലെ കൊണ്ടുവരുന്നു, സ്കൂൾ കുട്ടികളെ പോലെ കൊണ്ടുവരുന്നു, അതുപോലെ കൊണ്ടുപോകുന്നു. സീനിയേഴ്സിനൊന്നും തൊടാൻ പറ്റില്ല. അതാണ് അവിടുത്തെ നിയമം. അവിടെ അവർക്ക് യാതൊരു രീതിയിലുള്ള റാഗിങ്ങും പറ്റില്ല. ക്ലാസ്സിൽ പോവുക, തിരിച്ചു വരിക, പ്രാക്ടിക്കലുണ്ടെങ്കിൽ തിരിച്ചു വരിക, നേരെ കൊണ്ടുപോവുക. 2ാം വർഷം മുതലാണ് അവരവിടെ പോകുന്നത്, അവിടെ കോമ്പൗണ്ടിൽ ഈ ഹോസ്റ്റൽ കൊടുക്കുന്നത്. എൻ്റെ മകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, 2ാം വർഷം മുതലാണ് അച്ഛാ അവിടെ റാഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, അവിടെ റാഗിങ് എന്ന് പറഞ്ഞാൽ വലിയ റാഗിങ്ങാണ്? ഇല്ല, അത് കുഴപ്പമില്ല, അത് ചെറിയ റാഗിങ്ങേ ഉള്ളൂ. ചിലപ്പോൾ അവൻ വിഷമിക്കാതെ അതുകൊണ്ടായിരിക്കും പറഞ്ഞത്, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അവൻ പറഞ്ഞിട്ടുണ്ട് 2ാം വർഷം മുതലാണ് ചേട്ടന്മാർക്ക് അവിടെ കൈ കിട്ടണതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2ാം വർഷം മുതലാണ് റാഗിങ് തുടങ്ങുന്നതെന്ന്. അതുകൊണ്ട് 2ാം വർഷമല്ലേ, അതുകൊണ്ട് റാഗിങ് ആവുമോ ഇല്ലയെന്നറിയില്ല. റാഗിങ് മൂലമല്ല അവിടെ മരിച്ചത്, റാഗിങ് അതിൻ്റെ കൂടെ ആൾക്കൂട്ട കൊലപാതകം നടന്നു. അതിൽ ഞാൻ ഉറച്ചിരിക്കുന്നു. 2ാമത്തെ കാര്യം ചോദിച്ചത് അവിടെ പെൺകുട്ടിയുടെ കാര്യം. ശരി, പെൺകുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ പെൺകുട്ടിയെ അവൻ ആക്രമിച്ചോ, എന്തോ ആയിക്കോട്ടെ, 14-ാം തീയതി ഉണ്ടായി. അങ്ങനെ ഉണ്ടായെങ്കിൽ ആദ്യം അറിയിക്കേണ്ടത് അവൻ്റെ അച്ഛനമ്മയെ അറിയിക്കണം, അല്ലെങ്കിൽ അവർ പോലീസിൽ അറിയിക്കണം. 14-ാം തീയതി കഴിഞ്ഞിട്ട് 15-ാം തീയതി, 16-ാം തീയതി, 17-ാം തീയതി, ഇത്രയും ദിവസം സമയമുണ്ട്. ഇത്രയും ദിവസം സമയത്തിൽ ഇവർ എന്തുകൊണ്ട് അറിയിച്ചില്ല? ആരെയെങ്കിലും, വീട്ടുകാരെ അറിയിക്കാം, പോലീസിനെ അറിയിക്കാം, ഇല്ലെങ്കിൽ കാരണം കാണിക്കാൻ വേണ്ടി അവനോട് പറയാം, നീ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. ഇതൊന്നും ചെയ്തില്ലല്ലോ. ഒരു കാര്യവും നടന്നില്ല. 18-ാം തീയതി അവൻ മരിച്ചു കഴിഞ്ഞിട്ട് ഉടനെ ചെന്നിട്ട് തട്ടിക്കൂട്ടി ഒരു കംപ്ലയിൻ്റ് ഉണ്ടാക്കുന്നു. ആ കംപ്ലയിൻ്റ് ഉണ്ടാക്കുന്നവരെ ആ പെൺകുട്ടി SFIക്ക് കൊടുത്തു. ഓക്കെ, SFIക്ക് കൊടുത്തു. SFIക്ക് അവിടെ കോടതിയാണോ? പിന്നെയാണ് മനസ്സിലായി SFI കോടതിയാണ്. ആയിക്കോട്ടെ, SFI കോടതി കൊടുത്തു. SFI എന്ത് ചെയ്തു? അവർ കംപ്ലയിൻറ്റ് കമ്മിറ്റി കൊടുത്തു. അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് കംപ്ലയിൻറ്റ് കമ്മിറ്റിയും ബാക്കിയുള്ളവരെ ചേർന്നിട്ട്. അവർ അതിനെ ഫോർവേഡ് ചെയ്തു. അവൻ മരിച്ചു കഴിഞ്ഞു, അവൻ്റെ അവിടെ കൊണ്ടുവന്ന് കത്തിക്കഴിഞ്ഞു. എന്നിട്ടാണ് അവർ ആ കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്യുന്നത്. ആ കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്ത് 25 26 എല്ലാ ദിവസവും കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥൻ്റെ പേരിൽ ഒരു കംപ്ലയിൻറ്റ്, സിദ്ധാർത്ഥൻ ഈ പെണ്ണിനെ ആക്രമിച്ചു.
അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. വേറെ എന്താണ് കേസ് കുഴപ്പമില്ല. സിദ്ധാർത്ഥൻ പെണ്ണെ ആക്രമിച്ചു, സിദ്ധാർത്ഥനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ട് ഞാൻ എന്താ സിദ്ധാർത്ഥൻ്റെ ചിതാഭസ്മം കൊണ്ടിട്ട് അവിടെ കൊടുക്കണോ, ഈ ജയിലിൽ കൊണ്ടു കൊടുക്കണോ, അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കണോ? ഇന്ന് അവൻ കുറ്റക്കാരനാണ്, ഇന്ന് പിടിച്ചോ ചിതാഭസ്മം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവർ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ രീതിയിൽ കൊടുക്കണം, ആ ദിവസത്തിനകത്ത് കൊടുക്കണം. അല്ലാതെ മരിച്ചു കഴിഞ്ഞ ഒരാളുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റ്. അപ്പോൾ അതിൻ്റെ എന്താ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കൊടുത്തത്? ഈ കംപ്ലൈൻറ്റിൽ സൈനിൽ ആരൊക്കെ സൈൻ ചെയ്തു, ഈ കംപ്ലൈൻറ്റ് പേപ്പറിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർ സൈൻ ചെയ്തു, ഈ ഉദ്യോഗസ്ഥരെല്ലാവരും ഈ കൊലപാതകത്തിൽ അവർ ഉത്തരവാദികളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ്റെ പേരിലുള്ള കുറ്റമോ അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ പേരിലുള്ള കുറ്റമോ ഏതായാലും ആ കൊലപാതകത്തിലുള്ള കാര്യം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഉദ്യോഗസ്ഥർ ആ കംപ്ലൈൻറ്റ് മുമ്പോട്ട് ഫോർവേഡ് ചെയ്തത്. അങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോൾ ആരൊക്കെ അതിൽ സൈൻ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഉദ്യോഗസ്ഥർ അതിൽ സൈൻ ചെയ്തിട്ടുണ്ട്, അവരെല്ലാവരും ഈ മരണത്തിലല്ല ഈ കൊലപാതകത്തിൽ ഉത്തരവാദികളാണ്. അവരെ എല്ലാവരെയും പ്രതിയായിട്ട് തന്നെ ചേർക്കണം. ഉറപ്പായിട്ടും ആ ഏതൊക്കെ ഉദ്യോഗസ്ഥരെ സൈൻ ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും പ്രതികളാണ്. പ്രതി എന്നുള്ള ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇവർക്ക് ഇതിലറിയാം. ഒന്നുകിൽ ഈ ക്രൂരമർദ്ദനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഇല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് വിവരം അറിയാം. 3 മണിക്കൂറുണ്ടല്ലോ ഈ സംഭവം നടന്നത്. ഡീന്റെ പ്രതികരണം ഇന്ന് കണ്ടല്ലോ. 16-ാം തീയതി തൊട്ട് മർദ്ദനം ഏറ്റിട്ടും സിദ്ധാർത്ഥൻ പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നമായി പറയുന്നത് അദ്ദേഹം. അതെ, ഇപ്പോൾ തെളിവെടുപ്പിന് പോയപ്പോൾ പറഞ്ഞല്ലോ, ഷട്ടിൽ കോർട്ടിനകത്ത് കൊണ്ടുപോയിട്ട് അവനെ നഗ്നനാക്കി ചെയ്തു, റൂമിനകത്ത് വിട്ട് നഗ്നനായി ചെയ്തു. 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ നടന്ന സംഭവങ്ങളാണിത്. 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഇവനെ അറസ്റ്റ് ചെയ്ത് അവനെ തടങ്കലിൽ വെച്ച് ഇത്ര ക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ ഇവൻ ചെന്ന് ഡീനിനോട് പറയണോ? എങ്ങനെ പറയാൻ പറ്റും? അയാളൊരു ഡീനാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അയാളെന്ന് പറയാൻ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും പറയാണ്, അയാൾ ഒരു ഡീനാണ്. ആരാണ് ഇയാൾക്ക് PhD അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ കൊടുത്തതെന്ന് എനിക്കറിയില്ല. അതുപോട്ടെ, അദ്ദേഹം ഒരു വാർഡനും കൂടെ. അപ്പോൾ ഡീനും വാർഡനും ഒരാളാണ്, അസിസ്റ്റൻറ്റ് വാർഡനും ഉണ്ട്. ഈ 16-ാം തീയതി മുതൽ സിദ്ധാർത്ഥൻ കംപ്ലൈൻറ്റ് ചെയ്തില്ല എന്ന് പറയുന്നു. അത് ഒരു വശത്ത്. 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഇവരെവിടെ പോയിരുന്നു? ഡീനിൻ്റെ റൂമെന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റലിൻ്റെ അവിടെ തൊട്ടടുത്താണ് ഡീനിൻ്റെ റൂം. ഒന്ന് ഉറക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഡീനിൻ്റെ റൂം കേൾക്കാം. അവൻ്റെ കൂട്ടുകാർ പറയുന്നു പറഞ്ഞാൽ അവൻ്റെ നിലവിളി ഒരു കിലോമീറ്ററിനപ്പുറം കേട്ടെന്നാണ് പറഞ്ഞത്. എനിക്കിപ്പോൾ അത് പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ ഒരു അച്ഛനായിപ്പോയി, എന്നാലും എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, എല്ലാവരും അറിയണം. അത്രയും ദൂരം കേട്ടു. തൊട്ടടുത്ത് കിടക്കുന്ന ഡീന് കേട്ടില്ല. അത് 3 ദിവസം, 1 മണിക്കൂറല്ല, ഒരു മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, 3 ദിവസം ഷട്ടിൽ കോർട്ടിനകത്ത് കിട്ടുകയെടുത്തു. അപ്പോഴും ഞാൻ അറിഞ്ഞു ഈ ഡീൻ ആ സമയത്ത് അവിടെ വന്നിരുന്നു. ഈ പീഡനം നടക്കുന്ന സമയത്ത് ഡീൻ അവിടെ ആ കോളേജ് പരിസരത്ത് വന്നിരുന്നു. അതെല്ലാം ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമുക്കറിയാം. ഡീനുണ്ട്, ഈ കാന്തനാഥൻ എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് വാർഡൻ, ഇവർക്കെല്ലാം ഇതിൽ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ഇവർക്ക് പങ്കുണ്ട്. ഡീനിനെയും കാന്തനാഥനെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക മാത്രമല്ല, പ്രതിപ്പട്ടികയിൽ ചേർക്കണം. പ്രതിപ്പട്ടികയിൽ ചേർത്ത് തന്നെ ഇവരെ കൊണ്ടുപോകണം. അതിൽ ചേർക്കണം. പുതിയ കേസാണെങ്കിൽ പുതിയ കേസ്. പിന്നെ ഇതിൽ ഒപ്പിട്ട ആൾക്കാർ, കംപ്ലൈൻറ്റ് ബോക്സിൽ ഒപ്പിട്ട ആൾക്കാർ, പിന്നെ ഈ പെൺകുട്ടി ഗൂഢാലോചന, ഈ പെൺകുട്ടിയെ ഇതിൽ കൊണ്ടുവരണം. പെൺകുട്ടിയെ ഉറപ്പായിട്ട് കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഈ പ്രതിപ്പട്ടികയിൽ പെൺകുട്ടിയെയും കൊണ്ടുവരണം. അറിഞ്ഞാൽ ഈ പെൺകുട്ടി അവിടെ സ്പോൺസേഡ് പെണ്ണെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കേസുകളിൽ ഇവരെടുത്ത് ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പെണ്ണ്, സ്പോൺസേഡ് പെണ്ണാണ് എന്നാ ഞാൻ അറിഞ്ഞത്. സോറി. ഈ പെൺകുട്ടിയെ അതിൽ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് അതിൽ ഒരു പുതിയൊരു കേസും കൂടെ കൊണ്ടുവരണം. അത് ഉറപ്പായിട്ട് കൊണ്ടുവരണം. കൊലക്കുറ്റത്തിൽ എല്ലാവരെയും ചേർത്ത് വേണം കൊണ്ടുപോകാനായിട്ട്. പിന്നെ അതിൻ്റെ വകുപ്പുകൾ ഇപ്പോഴും ചേർത്തിക്കുന്ന വകുപ്പുകൾ ഞാൻ തൃപ്തനല്ല. കൃത്യമായിട്ട് ഈ പ്രതികൾക്ക് വെളിയിൽ ഇറങ്ങി പോവാം. അത് അങ്ങനെ പോകുമ്പോഴേ ഇത്രയും ഞാൻ ശേഖരിച്ച തെളിവുകളാണ്. ഞാൻ ഒരുപാട് ആദ്യത്തെ കേസ് ഞാനും എൻ്റെ കുടുംബവും ശേഖരിച്ച തെളിവുകളാണ് ഫസ്റ്റ് കേസ്. ഇത്രയും ഞാൻ ശേഖരിച്ചതിന് യാതൊരു ഉപയോഗമില്ലാതായിപ്പോകും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള വകുപ്പ് ചേർത്ത് തന്നെ മുമ്പോട്ട് പോകണം. കൊലക്കുറ്റത്തിന് കൊണ്ടുപോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത വഴി ഞാൻ നോക്കേണ്ടി വരും. ഞാൻ ഉടനെ നോക്കിക്കൊണ്ടിരിക്കും. ലിജു, ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് ലിജുവും വായിച്ചു കാണുമല്ലോ. ആത്മഹത്യ അല്ലാതെ മറ്റു വഴിയില്ലാത്ത വിധം ക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്ന മട്ടിലാണ് റിമാൻഡ് റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ല, ആത്മഹത്യ ചെയ്യാനുള്ള ആരോഗ്യമുണ്ടായിരുന്നില്ല സിദ്ധാർത്ഥന്, അതുകൊണ്ട് തന്നെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന രൂപത്തിലാണ് അച്ഛൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു? നിങ്ങളിപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്.
ഒരു നിമിഷം ലിജു, കേൾക്കുന്നില്ല. ഹലോ, ഒന്നുകൂടെ പറയാമോ? കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. കേൾക്കാം. സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളോടാണ് എനിക്ക് യഥാർത്ഥത്തിൽ യോജിപ്പ് തോന്നുന്നത്. നമുക്ക് തുടക്കത്തിൽ ഒരു കൺക്ലൂഷൻ എത്തുന്നത് ശരിയല്ലെങ്കിൽ പോലും നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റ് തെളിവുകളും നോക്കുമ്പോൾ അതിക്രൂരമായി 3 ദിവസം ആഹാരം പോലും കഴിക്കാതെ നിൽക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുവാനുള്ളൊരു ശാരീരികാവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാകുമോ, ആ കുട്ടിക്കുണ്ടാകുമോ എന്ന് സംശയമാണ്. മാത്രമല്ല, ഇവരുടെ ഒരു ക്രിമിനൽ രീതികൾ, നമുക്ക് ആ ഒരു അക്രമത്തിന്റെ ഒരു സ്വഭാവം എന്ന് മനസ്സിലാക്കുമ്പോൾ 3 ദിവസം ഒരു കുട്ടിയെ, ഒരു സഹപാഠിയായിരിക്കുന്ന ഒരു കുട്ടിയെ തടങ്കലിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച് ആ മുറിവുകളുടെ സ്വഭാവമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം തകർന്നു പോകും. യഥാർത്ഥത്തിൽ സിദ്ധാർത്ഥിന്റെ അച്ഛൻ കൂടി ഇരിക്കുന്നൊരു വേദിയിൽ അത് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര ഭീകരമായ മർദ്ദനം നടത്തുന്ന ആളുകൾക്ക് ഒരാളെ ക്രൂരമായി കൊല്ലാനും മടിയുണ്ടാവുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ ഒരു CBI അന്വേഷണം ആഗ്രഹിക്കുന്നത്. കാരണം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെല്ലാം തന്നെ ഭരണകക്ഷിയുടെ ആളുകളാണ്. മാത്രമല്ല, ഇവരെ ഈ കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ CPM-ന്റെ കേരളത്തിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു നേതാവാണ് CK ശശീന്ദ്രൻ. ലളിത ജീവിതം, അദ്ദേഹത്തെക്കുറിച്ചുള്ള അപാദനങ്ങൾ പലതും വാഴ്ത്തിപ്പാടുന്നുണ്ട്. ഈ ശശീന്ദ്രനാണ് പ്രതികളുടെ സംരക്ഷണത്തിന് വേണ്ടി നേരിട്ട് കോടതിയിൽ മജിസ്ട്രേറ്റിന് സമീപം എത്തിയത്. അപ്പൊ CPM-ന്റെ എത്രമാത്രം വലിയ ഇൻവോൾവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. TP ചന്ദ്രശേഖരൻ കേസിലും സമാനമായ ഒരു സാഹചര്യമായിരുന്നു. ഞാൻ അതുമായിട്ട് താരതമ്യം ചെയ്യുകയല്ല. പക്ഷേ ആ കേസിൽ പ്രതികളെ സംരക്ഷിക്കാനും ഇവർ നേരിട്ടിറങ്ങിയായിരുന്നു. അപ്പൊ സമാനമായി ശശീന്ദ്രൻ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ചെന്ന് നിൽക്കുന്നു. മാത്രമല്ല, ഈ കേസിൽ തെളിവ് നശിപ്പിക്കപ്പെടാനും മറ്റൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ആസൂത്രിതമായ ശ്രമം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ 2-3 SFI-കാരനെ കൊണ്ടു നിർത്തി മർദ്ദിച്ചു. മർദ്ദനം ഇത്തിരി കൂടിപ്പോയി. പക്ഷേ ഞങ്ങൾ ഈ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഒന്നും ചെയ്തിട്ടില്ല. 3 ദിവസം ആഹാരം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ആഹാരം കൊടുത്തിരുന്നു, പക്ഷെ കഴിക്കാഞ്ഞതാകാം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ഇവർക്ക് അനുകൂലമായ ഒരു തിരക്കഥ സൃഷ്ടിക്കുകയാണ്. അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥൻ സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്തതാണ്, SFI-ക്ക് ഇതിൽ വലിയ പങ്കില്ല എന്ന് വരുത്താനുള്ള ആസൂത്രിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടന പ്രതിയാക്കപ്പെട്ടിരിക്കുന്നതിൽ അവരുടെ യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും യൂണിയന്റെ ചെയർമാനും അവരെ സംരക്ഷിക്കാൻ CPM MLA-മാർ ഉൾപ്പെടെ രംഗത്തിറങ്ങുന്നു. അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി നറേറ്റീവ് സൃഷ്ടിക്കുവാൻ വേണ്ടി CPM-ന്റെ സൈബർ ഗുണ്ടകൾ ഒന്നടങ്കം രംഗത്തിറങ്ങുന്നു. അവർക്ക് അനുകൂലമായി നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ പുതിയ തരത്തിലുള്ള കഥകൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാന ഏജൻസി അന്വേഷിക്കുന്ന ഒരർത്ഥവുമില്ല. CBI അന്വേഷണം നടത്തുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻസി കൃത്യമായി അന്വേഷിക്കണം. ഈ ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മളെല്ലാം ഞെട്ടിച്ച മനസാക്ഷിയുള്ള മനുഷ്യരെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു ക്രൂരമായ കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ മയക്കുമരുന്നിന്റെ മറ്റും സ്വാധീനമുണ്ടോ എന്ന് പോലെ സംശയിക്കണം. അല്ലാതെ ഒരു നോർമലായി നിൽക്കുന്ന ആളുകൾക്ക്, ഇതിലെ പ്രതികളുടെ പ്രായം ഞാൻ ശ്രദ്ധിക്കായിരുന്നു. 21 വയസ്സ്, 22 വയസ്സ്, ചിലർക്കൊക്കെ 25 വയസ്സ് കാണാം. ഈ പ്രായത്തിലുള്ള കൗമാരം കടന്ന അല്ലെങ്കിൽ കൗമാരത്തിൽ നിൽക്കുന്നവരും കൗമാരം കഴിഞ്ഞവരുമായ ചെറുപ്പക്കാർ എങ്ങനെ എത്രമാത്രം ക്രൂരന്മാരാകുന്നു? ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി അവരെ എത്രമാത്രം ക്രൂരന്മാരാകുമോ? അതിന്റെ പേരിൽ ഡ്രഗ് യൂസ് ഉണ്ടോ? തീർച്ചയായിട്ടും വലിയ തരത്തിൽ അന്വേഷണം നടക്കണം. ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, പോലീസിനെ കാര്യങ്ങൾ അറിയിക്കാതെ അവിടെ തന്നെ പരിഹരിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഈ അലിഖിത നിയമം. അപ്പോൾ ഇതിനു മുമ്പും പരിഹരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ രൂപത്തിൽ കൂടി പരിശോധന വേണ്ടതാണ്. ഇന്നിപ്പോൾ രാവിലെ നൽകിയ പ്രതികരണത്തിൽ ജയപ്രകാശ് പറയുന്നുണ്ട്, നേരത്തെയും പല വിദ്യാർത്ഥികളും പഠനം പാതി വഴിയിലാക്കി അവിടെ നിന്ന് പോയിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പരിശോധന വേണം. അപ്പോൾ എത്ര കാലമായി ഇങ്ങനെ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തിയും അല്ലെങ്കിൽ മർദ്ദിച്ചും ആക്രമിച്ചുമൊക്കെ പല വിഷയങ്ങളിലും ഇവർ ഇടപെടുന്നു എന്നുള്ളത് നേരത്തെ പുറത്തറിഞ്ഞിരുന്നില്ല. ഇതിപ്പോൾ ഒരു മരണം സംഭവിച്ചപ്പോൾ പുറത്തറിഞ്ഞിരിക്കുന്നു. സ്മൃതി, സെൽ ഭരണം ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയാണ്. അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവരെല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് കോടതികളിലോ പോലീസ് സംവിധാനങ്ങളിലോ ഒന്നും പോകണ്ട. അങ്ങനെ പോകുന്നത്, പരാതി കൊടുക്കുന്നത് പോലും തെറ്റാണ്. ഇപ്പൊ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ കാണാൻ സാധിക്കുന്നില്ലേ? പാലക്കാട്ട് പീഡനം, അവരുടെ MLA-ക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പീഡനം അന്വേഷിച്ച ആരാ? AK ബാലനും ശ്രീമതിയും. എന്നിട്ട് അതിനകത്തൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു, തീവ്രത കുറഞ്ഞ പീഡനമാണ് നടന്നത്. ഇതുപോലെ ആ പാർട്ടിക്കുള്ളിൽ അവരുടെ പാർട്ടി അണികൾക്കെതിരെ, അവരുടെ സഹപ്രവർത്തകർക്കെതിരെ നടന്നിട്ടുള്ള അക്രമങ്ങളെ പോലും
പുറത്തൊരു പോലീസ് സംവിധാനത്തിന് അറിവ് കൊടുക്കാതെ അതിനുള്ളിൽ തന്നെ തീർക്കുക എന്നതൊരു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ്. അത് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ SFI ക്രിമിനലുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. സ്മൃതി, നമുക്കറിയാം കേരളത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം ഇവർക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ ഇവർ മറ്റുള്ളവരെ അനുവദിക്കില്ല. അവിടെ ഇവർ ഗുണ്ടകളായ കങ്കാണിമാരെ ഏൽപ്പിക്കും. ഈ ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാമിലൊക്കെ പറയുന്നത് പോലെ അതിലെ ഈ ഗുണ്ടകളായ വേട്ടനായ്ക്കളെ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ എല്ലാ SFI ക്യാമ്പസുകളിലും ഒരു കൂട്ടം മസിൽ പവറിൽ മാത്രം വിശ്വസിക്കുന്ന, സംസ്കാരം എന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അതിക്രൂരന്മാരായ ക്രിമിനലുകൾ മറ്റു കുട്ടികളെ അടിച്ചൊതുക്കാൻ കാണും. ഒരു സാഡിസമാണ്, അത്തരം മാനസികാവസ്ഥയുള്ളവർ കൂടിയാണ് അവര്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ അത് പ്രിൻസിപ്പലിന് പരാതി ഉണ്ടാവില്ല, ആർക്കും പരാതി ഉണ്ടാവില്ല. ഈ ഗുണ്ടകൾ തന്നെ അത്തരം വിഷയങ്ങൾ തീർക്കും. അവർക്ക് എതിർപ്പുണ്ട് തോന്നുന്നവരുടെ പേരിൽ ഇത്തരം പെൺകുട്ടികളെ കൊണ്ട് കേസുകൾ കൊടുപ്പിച്ച് അതിന്റെ പേരിൽ മർദ്ദിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു സിസ്റ്റത്തിന്റെ ഫെയിലുവറാണ്. ഇവിടെ ഒരു പ്രിൻസിപ്പൽ ഉണ്ട്, കോളേജിന്റെ പ്രിൻസിപ്പൽ. ഇവിടെ ഡീൻ എന്ന് പറയുന്ന ആളിന്റെ അഭിമുഖം ഞാൻ കേൾക്കുകയായിരുന്നു. അയാളെ പ്രശ്നം വിളിച്ചില്ലെന്നാണ്. ഒരു കുട്ടി തടങ്കലിലാക്കപ്പെട്ട് 10, 30, 40 ഗുണ്ടകളുടെ തടവിൽപ്പെട്ട് അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട് അവന്റെ വസ്ത്രം പോലും ഊരിയെടുത്ത് മൊബൈൽ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ചുമതലയുള്ള വാർഡൻ പറയണം അവൻ എന്നോട് പറഞ്ഞില്ല എന്ന്. ഇയാളൊക്കെ എന്തിനു നടക്കുകയാണ്? ഇവരെ പിരിച്ചുവിടണം. അല്ല, ഡീന്റെ കാര്യത്തിൽ ഡീനെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്ന് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത്. ഈ ഡീനെതിരെ തുടക്കം മുതൽ തന്നെ ജയപ്രകാശ് പ്രതികരിക്കുന്നുണ്ട്. ഡീന് പങ്കുണ്ട്, ഡീന്റെ പങ്ക് പരിശോധിക്കണം, ഡീൻ ഉത്തരവാദിത്തം കാണിച്ചില്ല, എങ്ങനെയാണ് മരണവിവരം ഇവരെ അറിയിച്ചത്, ആ കാര്യങ്ങളിലൊക്കെ പ്രതികരണം പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ഡീൻ നല്ല മനുഷ്യനാണ് എന്ന രൂപത്തിലാണ് ആദ്യത്തെ ദിവസങ്ങളിൽ മന്ത്രി ചിഞ്ചുറാണി പ്രതികരിച്ചത്. ഇന്നത്തെ പ്രതികരണം വന്നിരിക്കുന്നു, നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ ഒച്ചിഴയുന്ന വേഗം എന്നൊരു വിഷയം ഉയരുന്നില്ലേ ഈ ഡീന്റെ കാര്യത്തിൽ? മറ്റേത് ഗവർണർ ചാൻസലർ നേരിട്ടെടുത്ത നടപടിയാണ് VCയുടെ കാര്യത്തിൽ. സ്മൃതി, ഇത് ഒച്ചിഴയുന്ന കാര്യം മാത്രമാണോ? നമ്മൾ ഇതിന്റെ ഒരു സീക്വൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കുട്ടി 18-ാം തീയതി മരണമടയുന്നു. അന്ന് ഉച്ചയ്ക്ക് അവനെതിരെ ഒരു പരാതി രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. അടുത്ത ദിവസം ഒരു കമ്മിറ്റി, ഇവനെ അടിച്ചു കൊല്ലാൻ നിൽക്കുന്നവൻ കൂടി അംഗമായിരിക്കുന്ന ഒരു കമ്മിറ്റി അങ്ങനെ ഒരു പരാതി ഉണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ദിവസങ്ങളോളം ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇടപെട്ടുകൊണ്ട് മാത്രം ഇതിലെ കാര്യങ്ങൾ പുറത്തു വരുന്നു. തീവ്രമായ ജനവികാരം ഇതിനെതിരായിട്ടുണ്ടാകുമ്പോൾ മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയത്തിനെതിരെ ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ അപ്പോഴും ഈ SFI ക്രിമിനലുകളെ, ഈ ഗുണ്ടകളെ, അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്ന, കവചമായി നിൽക്കുന്ന ഈ അധ്യാപക സംഘടനയുടെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ ഇവർ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോഴ് നിൽക്കക്കള്ളി ഇല്ലാതെയായിരിക്കും ചിഞ്ചുറാണിയൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്മൃതി, ഇതൊരു ഒറ്റപ്പെട്ട വെറ്റിനറി കോളേജിലെ മാത്രം സ്ഥിതിയല്ല. മാധ്യമങ്ങൾ നിങ്ങൾ ഇറങ്ങി കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ഒന്ന് ചെല്ലണം. SFIക്ക് ആധിപത്യമുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയമുള്ള ക്യാമ്പസുകളിൽ ഇതൊരു കൂട്ടുമുന്നണിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ SFIക്കാരൻ ക്രിമിനലുകൾ അവിടെ അക്രമം അഴിച്ചുവിടുമ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന അധ്യാപകരാണ്. ഇവരുടെ കോളേജ് അധ്യാപക സംഘടനയിലേക്കപ്പെട്ട ആളുകളെയൊക്കെ സംബന്ധിച്ച് സാംസ്കാരികമായി തരംതാണ് തങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും ചെയ്യാവുന്ന രീതിയിലായി കഴിഞ്ഞു. അവർക്കൊന്നും അധ്യാപകരെന്ന പേര് പറയാൻ പോലും യോഗ്യതയുള്ള ആളുകളല്ല. അകത്ത് കയറിക്കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയമാണ്. KSUക്കാരനെയും മറ്റ് പാർട്ടിക്കാരനെയും അടിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നത് ഈ പാർട്ടിക്കകത്ത്, ഈ കോളേജിനകത്ത് നിൽക്കുന്ന ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് തുല്യമായി പ്രവർത്തിക്കുന്ന ഈ അധ്യാപക സെക്രട്ടറിമാരാണ്. ഈ നാരായണനൊക്കെ അതിന്റെ ഒരു പ്രതീകം മാത്രമാണ്. ഒരു കുഞ്ഞിനെ തന്റെ ഒരു വിദ്യാർത്ഥിയെ ഇത്ര ക്രൂരമായിട്ട് തല്ലിക്കൊന്നിട്ടും അതൊരു പശ്ചാത്താപം പോലും ഇല്ലാതെ അവന്റെ കുറ്റമാണെന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിരിച്ചുവിടണം. ഇതിനൊന്നും ഒരു സർവീസ് ആനുകൂല്യം പോലും കൊടുക്കാതെ ഇത്തരം ആളുകളെ പിരിച്ചുവിടണം, കേസെടുക്കണം. ഈ കുറ്റകരമായ അനാസ്ഥയ്ക്ക് കേസെടുക്കണം. മാത്രമല്ല, ഇതൊരു ശുദ്ധീകരണത്തിന് അവസരമാകണം. ഇവിടെ ഒരു പിതാവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. എത്ര പിതാക്കന്മാർ, എത്ര മരിച്ചു പോകാതെ ജീവച്ഛവമായി ജീവിക്കുന്ന എത്ര പേർ. സ്മൃതി, നിങ്ങളുടെ മഹാരാജാസ് കോളേജിലും ലോ കോളേജിലും അല്ലെങ്കിൽ ഇവരുടെ ആളുകൾ അടിച്ചുവിട്ട അക്രമത്തിന്റെ ഒരു തോതിനെ കുറിച്ച് അന്വേഷിക്കണം. സംഘടിതമായ ഹോസ്റ്റലുകളെ നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്ന ഒരു ശൈലിയെക്കുറിച്ച് പഠനം കഴിഞ്ഞ് വർഷങ്ങളായി നിൽക്കുന്ന കൊടും ക്രിമിനൽ ഹോസ്റ്റലുകളുടെ ആധിപത്യത്തിലാണ് ഇവന്മാരവിടെ താമസിക്കുകയാണ്. ഇവരുടെയൊക്കെ മയക്കുമരുന്നും ഹോക്കി സ്റ്റിക്കും വടിവാളും ഒക്കെ അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പഠനം കഴിഞ്ഞു പോയിട്ടും SFIയും DYFIയും എന്ന് പറഞ്ഞ് അവിടെ കഴിയും. എനിക്ക് കിട്ടുന്ന വിവരം ഈ പൂക്കോട്ടെ ക്യാൻറ്റീന്റെ ഉത്തരവാദിത്വം പോലും അവിടെയുള്ള സൊസൈറ്റികളുടെ ഉത്തരവാദിത്വം പോലും ഇവരുടെ DYFIക്കാരൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കോളേജ് ഹോസ്റ്റലുകൾ മുഴുവൻ ഇവരുടെ അനധികൃത ഏർപ്പാടുകളുടെ കേന്ദ്രങ്ങളാക്കുകയാണ്.
ഗുണ്ടായുസത്തിന്റെ, ആയുധ സംഭരണത്തിന്റെ, മയക്കുമരുന്ന് കച്ചവടത്തിന്റെ, പാർട്ടിയിലെ വരുന്ന കോളേജിലെ മറ്റു കുട്ടികളെ അടിച്ചൊതുക്കുന്ന കങ്കാണി ഗുണ്ടകളുടെ എത്രയെത്ര അനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഹോസ്റ്റലുകൾ നിൽക്കുന്നത്. ഹെഡ് അപ്പോൾ ക്വാർട്ടേഴ്സുകളാക്കുന്നു കേരളത്തിലെ എന്നാണ് ഇതൊരു ഇന്നലെ ശുദ്ധീകരണത്തിനുള്ള അവസരമാക്കി ഇന്നലെ എടുക്കണം. ചാൻസലർ പറഞ്ഞത്. ഹോസ്റ്റലുകൾ ഹെഡ് ക്വാർട്ടേഴ്സുകളാക്കുന്നു. അതുകൂടാതെ ഈ വിദ്യാർത്ഥികൾക്കൊപ്പമുള്ള മദ്യപാന സദസ്സുകളിൽ ചില അധ്യാപകരുമുണ്ട്. ആ രൂപത്തിലുള്ള പരിശോധനയും വേണം. ഈ കേസിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊരു ചങ്ങാത്തത്തിന്റെ പശ്ചാത്തലത്തിലാണോ കാര്യങ്ങൾ പുറത്തു വരാതിരുന്നത് എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ ജയപ്രകാശ്, മരണസമയത്ത് സിദ്ധാർത്ഥൻ മരിച്ച ദിവസം VC അവിടെ ഉണ്ടായിരുന്നു. അധ്യാപകരുടെ സ്ഥാനക്കയറ്റുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂവിനായി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും ഒരു വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു എന്നുള്ള കാര്യം അറിയാം. അതിന് നടപടികൾ അവിടെ നടക്കുന്നു. അനുശോചന യോഗം നടക്കാനിരിക്കുന്നു എന്നതിലപ്പുറം എന്തുകൊണ്ട് ആത്മഹത്യ എന്നൊരു പരിശോധനയിലേക്ക് VC കടക്കാതിരുന്നത് അസ്വാഭാവികമായി തോന്നുന്നില്ലേ? VC ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഡീനെതിരെ നടപടി എടുക്കാൻ പോയ ഘട്ടത്തിലാണ് തന്നെ സസ്പെൻഡ് ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇല്ല, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ 19-ാം തീയതി എൻ്റെ മകൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് VC അവിടെ നിന്നിട്ട് അധ്യാപകരെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുക, അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. അവർ കളി കളിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മകൻ ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിൽ അവിടെ ചടങ്ങുകൾ, അതിൻ്റെ പ്രൊസീജിയർ നടക്കുന്നു. VCക്ക് അത്യാവശ്യം അധ്യാപകരെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ അതെന്തിനാ എത്ര അത്യാവശ്യം, എന്താണ് വളരെ അത്യാവശ്യപ്പെട്ട് ചെയ്യേണ്ടത്? ഇത്രയും വലിയ പ്രശ്നം, അവിടെ ചെറിയ അടിപിടി നടന്നിട്ടുള്ള ഒരു പ്രശ്നമല്ല. ഒരു കുട്ടി ഒരു കുട്ടിയെ കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റ് ഇരിക്കുന്ന VC അവിടെ ഇരുന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കളിക്കുന്നു. അധ്യാപകർക്ക് അപ്ഗ്രേഡ് ചെയ്ത് ശമ്പളം കൂട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ചെറിയ പണിമുടക്ക് വന്നാൽ പോലെ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറ്റിവെച്ചു, ഇൻ്റർവ്യൂ മാറ്റിവെച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പണിമുടക്ക് വന്നാൽ പോലും ആ കോളേജിലൊരു കുട്ടിയെ കൊന്നു കഴിഞ്ഞിട്ട് ഇവരവിടെ ഇരുന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കളിക്കുക അധ്യാപകർക്ക് ശമ്പളം കൂട്ടാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് VC നേരെ തെറിച്ചത്. അപ്പം ഈ ചാൻസലറായ ഗവർണർ എന്താ വെറുതെ ഇരിക്കുന്ന വിചാരിച്ചത്? ഗവർണർ ശ്രദ്ധിക്കും ആ ദിവസം VCക്ക് എന്താ പണി. അപ്പോൾ VCക്ക് എന്ത് ലാഭം ഉണ്ടായിട്ടാണ് VC അന്ന് അവിടെ ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയത്? ആ പുള്ളിക്ക് എന്ത് ലാഭം കിട്ടാൻ വേണ്ടി, പുള്ളിയുടെ പ്രോഫിറ്റ് എന്താണ്, എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നു? അപ്പോൾ അതിന് പുള്ളിക്ക് അതിനുള്ള ബെനിഫിറ്റ് കാണുമായിരിക്കും. അത് നല്ലവണ്ണം അന്വേഷിക്കണം. ആ കേസും കൂടെ അന്വേഷിക്കണം. പുള്ളിക്ക് ഇതിലിരിക്കേണ്ട യാതൊരു യോഗ്യതയില്ല. പുള്ളി ഇപ്പം സസ്പെൻഷനിലല്ല, പുള്ളിയെ ഡിസ്മിസ് ചെയ്ത് മാറ്റണം. ഡിസ്മിസ് ചെയ്ത് ഇവിടെ ഈ ഇരിക്കേണ്ട യാതൊരു യോഗ്യതയില്ല പുള്ളിക്ക്. ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുമ്പോഴേ ഇന്റർവ്യൂ ചെയ്തിട്ട് കുട്ടി മരിച്ച ശേഷം വീട്ടിലേക്ക് വന്ന വിദ്യാർത്ഥികൾ പറഞ്ഞ പല വെളിപ്പെടുത്തലുകളുമാണല്ലോ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ തന്നത്. കുറെ പെൺകുട്ടികളെങ്കിലും അവിടെ വന്ന് തുറന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഇന്നും ഞങ്ങൾക്കൊരു പെൺകുട്ടിയുടെ, ധീരയായ ഒരു പെൺകുട്ടി എന്ന് വേണം പറയാൻ, അവരുടെ പേര് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. പക്ഷേ അവരുടെ പേര് കൊടുക്കണം, പേര് പറയാതെ ഞാൻ പറഞ്ഞ പ്രതികരണം കൊടുക്കരുതെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ജീവ എന്ന സീനിയർ വിദ്യാർത്ഥിനി. അവരുടെ പ്രതികരണം നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ തുടർച്ചയായി ഈ രൂപത്തിൽ ഇവർ പ്രവർത്തിക്കുന്നു, SFI പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലാണ് ആ പെൺകുട്ടി നടത്തിയത്. ഇപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ, സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ടല്ലാതെ അറിഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അവിടെ എത്ര കാലമായി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? അവിടെ ഇങ്ങനത്തെ ഉള്ള റാഗിങ് നടക്കുന്നുണ്ട്. പക്ഷെ ഇത്ര ക്രൂരമാണെന്നുള്ള റാഗിങ് നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിപ്പോഴാണ് ഇത്ര ഭീകരമാണെന്ന് മനസ്സിലാകുന്നത്. അവിടെ ഡ്രഗ്സ് ഉണ്ട്, അവിടെ മദ്യപാനമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ നേരിട്ട് കണ്ടതല്ല, എൻ്റെ മകൻ തന്നെയാണ് പറഞ്ഞത്. ചേട്ടന്മാർ, അവൻ സീനിയേഴ്സിനെ എപ്പോഴും ചേട്ടന്മാരെന്ന് വിളിക്കുള്ളൂ, സീനിയേഴ്സെന്ന് വിളിക്കില്ല. ചേട്ടന്മാർ രാത്രിയായാൽ വൈകുന്നേരമായാൽ കാട്ടിൻ്റെ ഇടയിൽ പോവും, അവിടെ പോവും. കാട്ടിൻ്റെ ഇടയിൽ അവർ മദ്യക്കുപ്പി കൊണ്ടുപോകും, അവർ ഡ്രഗ്സ് ഉപയോഗിക്കും. ഞാനും പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത്, നീ നിൻ്റെ കാര്യം നോക്കി പോയാൽ മതി, അവർ ചേട്ടന്മാരുടെ കാര്യം പോയി നോക്കിക്കോട്ടെ. അത് അവൻ എന്നോടും പറഞ്ഞിട്ടുണ്ട്. അവിടെ ബിസിനസ്സുണ്ട്, കാര്യങ്ങളുണ്ട്. എന്നോട് മുമ്പ് തമാശയായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംഭവം സീരിയസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അവരവരെ കാര്യം നോക്കി പോയിട്ട് നീ നിൻ്റെ കാര്യം നോക്കി പോവും. ആ സമയത്ത് മുതൽ അവിടെ നല്ല രീതിയിലുള്ള ബിസിനസ് ഉണ്ടായിരുന്നു. പക്ഷെ ആരൊക്കെയാണ് ചെയ്യുന്നത് നമുക്കറിയില്ല. ഇത് ഇപ്പോഴും ഈ ക്യാമ്പസിനകത്ത് എന്നാണോ ശ്രീ ജയപ്രകാശ്? ഇത്രയും ഭീകരമായ ക്യാമ്പസിനകത്ത് തന്നെയാണോ ഈ പറയുന്ന കാട് എന്ന് പറയുന്ന? തീർച്ചയായും ക്യാമ്പസിനകത്ത് 110 ഏക്കറുള്ള ക്യാമ്പസാണ് അത്. കുറച്ച് ബിൽഡിംഗ് കഴിഞ്ഞ് അവിടെ കുറേ കാടാണ്. ഈ കാട് കഴിഞ്ഞിട്ട് അവർക്ക് ക്യാമ്പസ് വിട്ട് വെളിയിൽ പോകണമെങ്കിൽ 2-3 മണിക്കൂർ വേണ്ടി വരും ചിലപ്പോൾ. അത്രയൊന്നും പോകേണ്ട കാര്യമില്ല. ഈ ക്യാമ്പസിനകത്ത് തന്നെ ബിൽഡിംഗ് കഴിഞ്ഞ് അവിടെ കാടാണ്. ആ കാട് 110 ഏക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്തുമാത്രം ഏരിയ ഉണ്ടെന്ന്. അതിനകത്ത് തന്നെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്.
അതിനകത്ത് തന്നെയാണ് അവർ സെയിലും ചെയ്യുന്നത്. ഇപ്പോൾ അവർ നമ്മളെ കുട്ടികളിൽ നിന്നും വിവരം കിട്ടിയിട്ടുണ്ട്, എൻ്റെ മകനിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട്, അവിടെ നിന്ന് വന്ന കുട്ടികളും അവരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ രക്ഷിക്കണം, അതും പറഞ്ഞിട്ടുണ്ട്. ക്രൂരമായ റാഗിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബിസിനസ്സാണ്, ഒന്നാം തരം ബിസിനസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രഗ്സിൻ്റെ. അതിൽ കൂട്ടു നിൽക്കുന്നത് അവിടുത്തെ ആൾക്കാർ തന്നെയാണ്. എനിക്ക് പേരെടുത്ത് പറയാൻ ഞാൻ ഇപ്പം പറയുന്നില്ല, പേരെടുത്ത് പറയേണ്ട സമയത്ത് ഞാൻ പേരെടുത്ത് പറയും. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്? തെളിവുകൾ എനിക്ക് ഏകദേശമൊക്കെ ലഭിച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത്. പിന്നെ ഇവൻ്റെ സിദ്ധാർത്ഥൻ്റെ മരണശേഷം ഇതിൽ ആരൊക്കെയാണ്, ഈ കൊലപാതകത്തിന് ശേഷം ആരൊക്കെയാണ് അതിൻ്റെ ഈ പ്രതികളെ ഒളിക്കുകയാണ്. പ്രതികളുമായിട്ട് ബന്ധപ്പെട്ട അവിടെ 2-3 സ്റ്റാഫുണ്ട്. കൊലപാതകത്തിന് ശേഷം അവിടെ യോഗം ചേർന്നിരുന്നു SFI ഹോസ്റ്റലിൽ പ്രതികളെ പോലീസ് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ. അതറിയാമല്ലോ, അതും കൃത്യമായിട്ട് അറിഞ്ഞില്ല. എസ് എഫ് ഐയുടെ നേതാവാണല്ലോ അവിടെ നല്ല രീതിയിൽ യോഗം ചെയ്ത് എല്ലാം ചെയ്ത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പറയണം. അതുകൊണ്ടാണല്ലോ ഡീനിന് ഇന്ന് ഏത് രീതിയിൽ പറയണമെന്ന് അവർ ഡീനിനെ പറഞ്ഞ് പഠിപ്പിച്ചത്. ഇന്ന് വരയ്ക്കും അവർ ഡീനിന് എങ്ങനെ പറയണം, ഏത് രീതിയിൽ പറയണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഇന്ന് അവർ പറഞ്ഞ് പഠിപ്പിച്ചു ഡീനിനോട് ഈ കാര്യം ഈ രീതിയിൽ പറയണം. അങ്ങനെ അവർ പറഞ്ഞ് പഠിപ്പിച്ചു. അവർ 2-3 കാര്യങ്ങൾ അവർ ഇറക്കി വിട്ടു. ബാക്കി അവൻ്റെ പാർട്ടിക്കാരാക്കി. അത് പോട്ടെ, അത് പിന്നെ പെണ്ണ് കേസുണ്ടാക്കി, അതും പോയി. പിന്നെ അവർ ഡീനിനെ ഇന്ന് അവർ പറഞ്ഞ് പഠിപ്പിച്ചതുമാതിരി ഡീൻ ഒരു പത്രസമ്മേളനത്തിൽ വന്ന് പറഞ്ഞു, അതും ചീറ്റിപ്പോയി. അവിടെ നിന്ന് ക്യാമ്പ് ചെയ്താണ് അവിടുത്തെ SFI യുടെ നേതാവ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അത് നമുക്ക് അപ്പോഴപ്പോഴുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക തന്നെ. നമ്മൾ വലിയ ഇൻ്റലിജൻസ് ഒന്നുമല്ല, പക്ഷേ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക തന്നെ. അവിടെ ആരൊക്കെ ഉണ്ട്, അവിടേക്ക് എന്തൊക്കെ ചെയ്യുന്നു, എല്ലാ വിവരങ്ങളും ഞങ്ങൾക്കറിയാം. കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരം, ഞങ്ങൾക്ക് പോലീസ് തന്ന വിവരം വെച്ചിട്ടല്ലല്ലോ നമ്മൾ ആദ്യം ഒരു കംപ്ലയിൻറ്റ് കൊടുത്തത്. ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടിയ ഒരു വിവരം വെച്ചിട്ടാണ് ആ കംപ്ലയിൻറ്റ് കൊടുത്തത്. അത് വളരെ കൃത്യമായിരുന്നു. ആ കംപ്ലയിൻറ്റ് വളരെ വളരെ കൃത്യമായിരുന്നു. SFI പറയുന്ന ഒരു വാദം 4 പ്രതികളെ SFI ആയിട്ടുള്ളൂ, ബാക്കിയുള്ള പ്രതികൾ SFIക്കാരാണെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിലൊരാൾ MSF ആണ് എന്നുള്ള വാദവും ഉന്നയിക്കുന്നുണ്ട്. താങ്കൾ ആ രൂപത്തിൽ അത് പരിശോധിച്ചിട്ടുണ്ടോ? SFI മാത്രം ശക്തമായി നിൽക്കുന്ന ഒരു ക്യാമ്പസാണ്, പക്ഷേ എല്ലാ പ്രതികളും SFI അല്ല എന്നുള്ളതുകൊണ്ട് SFI അടച്ചാക്ഷേപിക്കുന്നു എന്ന രൂപത്തിലാണ് അവർ വിമർശനം ഉന്നയിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ പോലും SFI പ്രതിനിധി ഇല്ലാത്തത് ഇന്നലെ അതിരൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അവർ അതിഥിയെ നൽകിയിട്ടില്ല. അതെ, അവർ പറഞ്ഞത് ശരിയാ. 4 പേര് മാത്രമേ SFIയിൽ അവർക്ക് ആ രേഖയിൽ കാണിക്കാൻ പറ്റുള്ളൂ. കാര്യമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ 4 പേരും അവിടുത്തെ ഏറ്റവും വലിയ ഭാരവാഹികളായിപ്പോയി. അതാണ് അവർക്ക് പറ്റിയ തലവേദന. അവരിതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഊരി പോരാമായിരുന്നു. ഈ യൂണിറ്റ് സെക്രട്ടറി, പ്രസിഡന്റ്, അങ്ങനെയുള്ള 4 പേരും അവരുടെ കഷ്ടകാലത്തിന് അവിടുത്തെ ഭാരവാഹികളായിപ്പോയി. ബാക്കിയുള്ളവരെല്ലാവരും SFI ആണ്. കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഈ ഒരു യൂണിയനേ ഉള്ളൂ, ഈ ഒറ്റ വേറെ യൂണിയൻ ഇല്ല. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഇതല്ല എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ അവർ ചോദിക്കും, നിങ്ങൾ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ടോ, ഇല്ലേ, അത് എവിടെ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. അപ്പോൾ അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബുക്ക് തന്നെ അവർ കയറി കളയുമായിരിക്കും, അവർ കത്തിച്ച് കളയായിരിക്കും. എന്ത് തെളിവുണ്ട്? അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശരി തന്നെ, അവരെ ഒരു ടീം തന്നെയാണ് ചെയ്തത്. ഈ 4 പേരെ അവർക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഈ 4 പേരും അവരുടെ യൂണിയൻ്റെ ഏറ്റവും വലിയ ഭാരവാഹികളായിപ്പോയി. അതുകൊണ്ട് അതല്ല എന്ന് അവർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരുടെ കഷ്ടകാലത്തിന് സമ്മതിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ വലിയ ത്യാഗം ചെയ്ത് 4 പേരെ സസ്പെൻഡ് ചെയ്ത് വളരെ ശക്തമായിട്ടൊരു നിലപാടെടുത്തു. ഇവിടെ വന്ന് അവരുടെ നേതാക്കൾ പറഞ്ഞു, ഒരു പാർട്ടി നോക്കില്ല, സിദ്ധാർത്ഥന് വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യും, ഏത് രീതിയിലും അവൻ്റെ നീതിക്ക് വേണ്ടി പോരാടും. അവർ പ്രസ്താവന ഇറക്കി. ഇവിടെ വന്ന് അവരുടെ നേതാക്കളും പറഞ്ഞു, ഓക്കെ, അങ്ങനെ പോരാടുകയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും അവന് വേണ്ടിയിട്ട് ഒരു സമരം ചെയ്യുകയോ, ഞാൻ സമരത്തിനോട് തള്ളിവിടുന്നില്ല, അവൻ്റെ പേരിൽ നിങ്ങളൊരു പ്രക്ഷോഭമെങ്കിലും ഒരു പ്രകടനമെങ്കിലും നടത്തൂ. ശരി, അവന് നീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അവരുടെ സംഘടനയ്ക്ക് ഒരു പ്രകടനമെങ്കിലും നടത്തുക. അതെന്താ നടത്താത്തത്? 4 പേരെ സസ്പെൻഡ് ചെയ്യുമ്പോൾ അവരെടുത്ത ഭയങ്കര തീരുമാനമാവും. ഇതാണ് അവർക്ക് സിദ്ധാർത്ഥന് വേണ്ടി ചെയ്ത ഏറ്റവും അവനും പാർട്ടി ഒന്നും നോക്കാതെ എടുത്ത തീരുമാനം. എനിക്ക് പാർട്ടി ഒന്നും നോക്കേണ്ട കാര്യമില്ല, ഞാനൊന്നും നോക്കുന്നില്ല, അവർ പറഞ്ഞുകൊണ്ട് മാത്രം പറയുക. എൻ്റെ മകന് വേണ്ട നീതി അത് അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഏത് യൂണിയൻ ആയിരുന്നാലും ആ ചെയ്ത യൂണിയന് വേണ്ടിയിട്ട്, യൂണിയനിലല്ല അവർക്കെതിരെ, അല്ലെങ്കിൽ അവിടുത്തെ വ്യക്തിക്കെതിരെ, അവിടുത്തെ ഡീനിനെതിരെ, അവിടുത്തെ സ്ഥാപനത്തിനെതിരെ, വേണ്ടി വന്ന സ്ഥാപനത്തിനെതിരെയും ഞാൻ പൊരുതും. ലിജു, ഇപ്പോൾ ഈ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ട എന്നുള്ള ചർച്ച വലിയ രൂപത്തിൽ നടന്നു വന്നിരുന്നു. ഇപ്പോൾ ഈ സംഭവത്തോടു കൂടി ഇത്തരം ആവശ്യങ്ങൾ വീണ്ടും ശക്തമായി ഉയരില്ലേ? യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമല്ല, അല്ലെങ്കിൽ
വ്യത്യസ്ത നയങ്ങൾ തമ്മിലുള്ള തർക്കമോ ഏറ്റുമുട്ടലോ അല്ല, വേറെ രൂപത്തിലാണ് കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോഴും ക്യാമ്പസുകളിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലായിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതുന്നവരുണ്ട്, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ. ക്യാമ്പസിൽ രാഷ്ട്രീയം വേണ്ട എന്ന അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ ഒരു സംസ്കാരം ക്യാമ്പസുകളിൽ തന്നെ അതിനുള്ളൊരു വേദി, വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും അവർക്ക് താല്പര്യമുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി, അതിൽ രാഷ്ട്രീയം ചർച്ച. കാരണം ഒരു ജനാധിപത്യ രാജ്യത്തിൽ രാഷ്ട്രീയം എന്നത് അശ്ലീലമല്ല. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്മൃതി, എവിടെയാണ് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത്? ക്യാമ്പസുകളിൽ. നിങ്ങൾ ക്യാമ്പസുകളിലേക്ക് ഇറക്കി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് മസിൽ പവറാണ്. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തുടങ്ങിയത് മാത്രമല്ല, പതിറ്റാണ്ടുകളായി നമ്മളൊരു ക്യാമ്പസിൽ പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്നത് SFI യൂണിറ്റ് കമ്മിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരാദ്യം തന്നെ കോളേജ് തുടങ്ങുമ്പോൾ തന്നെ ഒരു സംഘർഷം ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ഈ പുതുതായി വരുന്ന കുട്ടികളെ മാനസികമായിട്ട് ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. SFIക്കൊപ്പം നിന്നാൽ നിങ്ങൾക്ക് എന്ത് വൃത്തികേടും ചെയ്യാം. അവിടെ നിരപരാധികളായി നടക്കുന്ന KSUക്കാരെയോ മറ്റാളുകളെ ഏകപക്ഷീയമായി ആക്രമിക്കും. ഒരു ക്ലാസ് ക്യാമ്പയിൻ പോലും അനുവദിക്കില്ല. മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ സംസാരിക്കാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് സംഭവിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ വാസനയുള്ള കുട്ടികളെല്ലാം തന്നെ ഇവർക്കൊപ്പം വന്നു ചേരും, ഇവരോടൊപ്പം വന്ന് അല്ലെങ്കിൽ വന്നു ചേരും. അല്ലെങ്കിൽ ടീനേജിന്റെ സമയത്ത് കുറെ അഗ്രസീവായി നിൽക്കുന്ന കുട്ടികൾ ഇവരുടെ ഒപ്പം വന്നു ചേരും. അപ്പോ ഇവരുടെ വന്നു ചേർന്നുള്ള സ്വാതന്ത്ര്യത്തിൽ അവിടെ ഡ്രഗ് ബിസിനസ്സായി, ഏകപക്ഷീയമായ അക്രമങ്ങളായി, ക്യാമ്പസിന്റെ മുഴുവൻ ക്രമസമാധാന ചുമതല ഇവരെ ഏറ്റെടുക്കും. പെൺകുട്ടികൾ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നിടത്ത് കണ്ട ഇവരുടെ മോറൽ പോലീസിംഗ് ഉണ്ടാവും. ഇത് കേരളത്തിലെ ക്യാമ്പസിൽ മുഴുവൻ നടക്കുന്നതാണ്. അതിന് നിങ്ങൾ SFI അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ട് സർഗാത്മകമായ ഒരു രാഷ്ട്രീയം അവസാനിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടാവുകയാണ്. രക്ഷകർത്താക്കളെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം വളരെ പ്രതീക്ഷയോടെ അയക്കുന്ന മകനെയും മകളെയും ഇവർ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത രീതിയിൽ ഉള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഇന്നിപ്പോ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കി, ഒരു പൂക്കോട്ട് ഈ വെറ്റിനറി കോളേജിന്റെ ക്യാമ്പസിൽ ഒരു ഹോസ്റ്റലിന്റെ നടുമുറിയിൽ നിർത്തിക്കൊണ്ട് ഒരു കുട്ടിയെ വിവസ്ത്രനാക്കി അതിക്രൂരമായി മർദ്ദിക്കുന്നു, ബെൽറ്റിട്ട് അടിക്കുന്നു. 100 കുട്ടികൾ ഇത് നോക്കി നിൽക്കുകയാണ്. മരണമടഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ മർദ്ദിക്കുമ്പോ തന്നെ പ്രതികരിക്കേണ്ടതാണ് കുട്ടികൾ. അവർക്ക് പറ്റുന്നില്ല. കാരണം എന്താ? ഭയം അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതങ്ങനെയാണ്. ഒരു ഫാസിസ്റ്റ് സമൂഹത്തിൽ പെട്ടുകഴിഞ്ഞാൽ സ്വതന്ത്ര ചിന്ത അവിടെ അസ്തമിച്ചു പോകും. ഇവര് ക്യാമ്പസ് വാസം നടപ്പിലാക്കിയാണ്. ആർക്കും പ്രതികരിക്കാൻ പോലും ഭയമില്ല. കാരണം അവർ ചിന്തിക്കുന്നത് അവരെ തന്നെ അവിടെ കാണുന്നത്. എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഞങ്ങളെ ഇതുപോലെ കൊല്ലുമോ? കുട്ടികളാണ്. ഒരു ഭയത്തിന്റെ ഒരു ഭയം ഒരു രോഗമായി പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ ഇതാണ് സ്ഥിതി. ഇവരെ ആക്രമിച്ചും കുത്തിയും അടിച്ചും വെട്ടിയും കുട്ടികളുടെ മാനസികമായി അവരെ കീഴ്പ്പെടുത്തും. എന്നിട്ട് ആ ക്യാമ്പസിൽ ഭയത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. ഇപ്പൊ പലയിടത്തും ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയമായ തിരിച്ചടിയിൽ ഇവരുടെ ആളുകൾക്കും അക്രമം ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കും അറിയോ? പലയിടത്തും എന്റെ അന്വേഷണത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഒരാളെ 10-50 ആളുകൾ ചേർന്ന് ക്രൂരമായി ആക്രമിക്കുന്നത്. നമുക്ക് ഈ പഴയ ആനിമൽ പ്ലാനറ്റിലൊക്കെ കാണുന്നത് പോലെ ഈ കഴുതപ്പുലികളുടെ സ്വഭാവമാണ്. ഒറ്റപ്പെട്ട ഒരു മനുഷ്യനെ അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാരനെ 10-25 പേരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കും. ഇപ്പൊ സഹിയിട്ട് ഈ എതിരായി നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഇവർക്ക് പലപ്പോഴും ഇവരുടെ ആളുകൾ ആക്രമിക്കപ്പെട്ടു എന്നതിന്റെ കഥ അതാണ് പലയിടത്തും. അത് മഹാരാജാസ് ആയിക്കൊള്ളട്ടെ, യൂണിവേഴ്സിറ്റി കോളേജ് ആയിക്കോട്ടെ, മറ്റ് ക്യാമ്പസ് ആയിക്കൊള്ളട്ടെ, സഹികെട്ട് ജീവിതത്തിലെ ചവിട്ടിത്താഴ്ത്തപ്പെടുന്ന ഒരു കുട്ടി അവസാന പ്രതിരോധ നിലയിലാണ് പ്രതികരിക്കുമ്പോൾ ഇവർക്ക് പലർക്കും പരിക്കേൽക്കുന്നത്. നിങ്ങൾ കേരളത്തിലെ ക്യാമ്പസിൽ നോക്കിയാൽ 99% സ്ഥലത്തും ഇവരുടെ ഈ ഏകപക്ഷീയമായ ആൾക്കൂട്ട അക്രമങ്ങളാണ്. ഇതിൽ തന്നെ പലരും ഈ ക്യാമ്പസ് വിട്ട് കഴിഞ്ഞ് കുറെ തിരിച്ചറിവൊക്കെ കഴിയുമ്പോൾ ഇവരുടെ പാർട്ടി നിൽക്കില്ല. അല്ലെങ്കിൽ കേരളം എന്നും എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഇവരല്ലേ ജയിക്കൂ. പക്ഷെ മാറുന്നതിന്റെ കാരണം പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഈ അക്രമത്തിന്റെയൊക്കെ ഭാഗമായി നിൽക്കുന്ന പലർക്കും ക്യാമ്പസ് വിട്ട് കഴിയുമ്പോൾ തിരിച്ചറിവുണ്ടാവും, ചെയ്ത് തെറ്റിപ്പോയി എന്ന തിരിച്ചറിവുണ്ടാവും. പക്വത എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഈ പ്രസ്ഥാനത്തോട് കടുത്ത വെറുപ്പുണ്ടാകും. നിങ്ങൾ തന്നെ പഴയകാല SFI പ്രവർത്തകരിൽ പലരോടും ഇന്ന് ചോദിച്ചാൽ അവർ എന്നോട് തന്നെ പറഞ്ഞവരുണ്ട്, ആ കാലഘട്ടം ഞങ്ങളുടെയൊക്കെ ക്യാമ്പസിൽ പഠിച്ച പലരും പിന്നെ പശ്ചാത്തപിച്ചിട്ടുണ്ട് ചെയ്ത തെറ്റിന്. കാരണം ഇത് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ആദ്യ SFI യൂണിറ്റ് കമ്മിറ്റി തന്നെ കൂടി തീരുമാനിക്കുന്നത് കോളേജ് തുറക്കുന്ന ദിവസം അടിക്കണം, ഒരു ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കണം, അവിടെയുള്ള ഏതെങ്കിലും പാവപ്പെട്ടവനെ അടിച്ച് റൊട്ടിയാക്കും. അത് കാണുന്ന കുട്ടികൾ കൂടി ഭയപ്പെടും. ഇപ്പൊ തന്നെ സിദ്ധാർത്ഥിന്റെ പിതാവ് പറഞ്ഞു കേട്ടില്ല, ഒരു മരണം നടന്ന SFIയുടെ യൂണിറ്റ് കമ്മിറ്റി ഹോസ്റ്റലിൽ കൂടുകയാണ്. എന്തായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാം, എനിക്കറിയാവുന്നതാണ്. ഈ കുട്ടികളെ മുഴുവൻ വിളിച്ചു ചേർക്കും. എന്നിട്ട് ഒറ്റ എണ്ണം പോലും മിണ്ടിപ്പോകരുത്, മിണ്ടിയാൽ അനുഭവം ഉണ്ടാവും. എന്നിട്ട് പറയുന്നത് എന്താ? പുറത്ത് DYFIക്കാരുണ്ട്, അതിന് പുറത്ത് കൊടിസുനിയെ പോലുള്ള ഞങ്ങളുടെ സഹാക്കളുണ്ട്, ഒറ്റ എണ്ണം മിണ്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കയറി പണിയും. ഇതുപോലുള്ള സംസാരമാണ് സ്മൃതി.
നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. അവർ ഈ സംസ്ഥാനത്താകമാനം ഇവർ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടെററിസ്റ്റ്, ഒരു ഫാസിസ്റ്റ് സംസ്കാരത്തിന്റെ ട്രെയിനിങ് ക്യാമ്പുകളാണ് ഈ ക്യാമ്പസുകൾ. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് അവരെ കുറ്റം പറയാൻ പറ്റും. പക്ഷെ അത് ശരിയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. നമുക്ക് സർഗാത്മകമായ ഒരു സംവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയം കൊണ്ടുവരണം. നിങ്ങളുടെ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്ന SFI നേതാക്കന്മാരെ സ്മൃതി ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്താണ് അവരുടെ ശരീരഭാഷ? എന്താണ് അവരുടെ സഹിഷ്ണുത? നിങ്ങൾക്കൊരു ചോദ്യം നിലവിൽ ചോദിക്കാൻ സാധിക്കുമോ? എത്ര രൂക്ഷമായിട്ടാണ് നിങ്ങൾ ആക്രമിക്കുന്നത്? ഒന്നും വേണ്ട സ്മൃതി, നിങ്ങളിപ്പോ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. റിപ്പോർട്ടർ ചാനലിലെ ചർച്ച നടക്കുകയാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ താഴെ എനിക്ക് ഊഹിക്കാം, ഞാൻ പല ദിവസം കണ്ടിട്ടുണ്ട്, ഈ ചർച്ച നടക്കുന്നതിന്റെ താഴെ എഴുതുന്ന കമന്റുകൾ, DYFIക്കാരനും SFI മാർക്സിസ്റ്റുകാരനുമായി ഇരിക്കുന്നവന്മാരുടെ കമന്റുകൾ നിങ്ങളൊന്ന് വായിച്ചോണം ഈ ചർച്ചയ്ക്ക് ശേഷം. എത്രമാത്രം അബ്യൂസീവായ, എത്രമാത്രം അശ്ലീലം കലർന്ന, ജനാധിപത്യത്തിന്റെയും സഹിഷ്ണുതയുടെയും ഒരു സംസ്കാരം പോലും ഇല്ലാത്ത കമന്റുകളുടെ പ്രളയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്വതന്ത്രമായ മാധ്യമ നിങ്ങളെ അവർ നവമാധ്യമങ്ങളോട് നിങ്ങൾ ആക്ഷേപിക്കും. തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നുണ്ട്. ഇന്നലത്തെ ചർച്ചയ്ക്ക് ശേഷം അത് ശക്തമായിട്ട് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയൊരു സംസ്കാരം നമ്മുടെ നാടിന് ആവശ്യമാണ്. തീർച്ചയായിട്ടും. ജയപ്രകാശ്, ഇപ്പോൾ നിങ്ങൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആശങ്കകൾ എന്താണ് എന്നും കേന്ദ്ര ഏജൻസി വരണം എന്നുള്ള കാര്യവും പറഞ്ഞിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ പ്രതികളെയും പിടികൂടുമെന്ന് പറഞ്ഞാൽ പ്രതികൾ ഇപ്പോൾ പിടികൂടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അതല്ല, അധ്യാപകരിലേക്ക് നീളണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. സർക്കാരിൻ്റെ ഏതെങ്കിലും പ്രതിനിധികൾ, മന്ത്രിമാർ വീട്ടിൽ വരികയും, മന്ത്രി GR അനിൽ വന്നു എന്ന് തോന്നുന്നു, കൂടുതൽ മന്ത്രിമാർ വരികയും പ്രതികരിക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? കാരണം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതെ, ഇന്ന് ഞാൻ അറിഞ്ഞു, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൊടുത്തു, ഇങ്ങനെ ആവശ്യപ്പെട്ടു, CBI അന്വേഷണം ആവശ്യപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു. അത് ഇവിടുത്തെ മന്ത്രിമാരും വന്നിരുന്നു. GR അനിൽ, ബഹുമാനപ്പെട്ട മന്ത്രി GR അനിൽ വന്നിരുന്നു, ചിഞ്ചു റാണി, അങ്ങനത്തെ മന്ത്രിയൊക്കെ വന്നിരുന്നു. മന്ത്രിയൊക്കെ വന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാർ, ഇവരെല്ലാം വന്നിരുന്നു. വന്നിട്ട് പറഞ്ഞു, ശരി, ഉറപ്പ് തരാം, നീതി നടപ്പാക്കാം. നല്ല കാര്യം, ഞാനും അത് തന്നെ പ്രതീക്ഷിക്കുന്നു, നീതി നടപ്പാക്കാം. എന്തായാലും ഈ അന്വേഷണം നടക്കട്ടെ. ഇപ്പോഴും അവർക്ക് ചാർജ് ചെയ്തിരിക്കുന്ന ദുർബലമായിട്ടുള്ള ചാർജ് കൊണ്ട് ഞാൻ തൃപ്തിയല്ല. ഇവർ ഒരു കൊലക്കുറ്റത്തിന് തന്നെ അവർ ചാർജ് എടുത്തിട്ട് ആ രീതിയിൽ അന്വേഷണം മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് ആ രീതിയിൽ മുമ്പോട്ട് പോകാം. എന്നാൽ പോലും ഇന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് എനിക്കും ഒരു തൃപ്തിയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തന്നെ നടക്കട്ടെ, അത് തന്നെയാണ് ആവശ്യം. കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഭയക്കുന്നത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ നല്ല രീതിയിൽ അന്വേഷിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നല്ല ട്രാക്കിൽ പോകുന്നു എന്ന് തോന്നുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ രാവിലെ കഴിക്കുമ്പോൾ കേൾക്കുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറി, ഇല്ലെങ്കിൽ ഈ വേറൊരാൾക്ക് കൈമാറി എന്നൊക്കെയാണെന്നല്ലോ നമ്മൾ കേൾക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നല്ല രീതിയിലുള്ള അന്വേഷണം ഉറപ്പായിട്ടും വേണം, കൃത്യമായിട്ടും. പിന്നെ ഈ റിമാൻഡ് റിപ്പോർട്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ ഒരെണ്ണം വന്നു തുടങ്ങി, ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് തുടങ്ങി, ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നു തുടങ്ങി. അതിൻ്റെ ആ ട്രാക്കിൻ്റെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് കൊലപാതകം തന്നെയാണ്. ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊരു വിശ്വാസം വരും. പിന്നെ അവർ കേന്ദ്ര രീതിക്ക് അന്വേഷിക്കുന്ന രീതിയാണെങ്കിൽ അങ്ങനെ അത് ഞാൻ വഴിയെ തീരുമാനിക്കും, എനിക്കത് ഫോർവേഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത്. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു, അതങ്ങനെ പോട്ടെ, നല്ല കാര്യം. നമുക്ക് പ്രതീക്ഷയുടെ കാത്തിരിക്കാം. ഏതായാലും റിമാൻഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കുറ്റങ്ങൾ ചുമത്തുമോ എന്നുള്ളത് ആണ് വരും ദിവസങ്ങൾ അറിയാനിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ ജയപ്രകാശ് ലിജു ചർച്ചയിൽ പങ്കെടുത്തു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.